25 ലക്ഷം, 1/4 കോടി ഇന്ത്യൻ റുപ്പി. ഡീനോട് നമ്മളൊരു വാക്ക് പറയണായിരുന്നു, അത് ഫാൾട്ടായി പോയി. പറഞ്ഞിരുന്നെങ്കില് ഈ പണം ഷീലാകോശിയുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കിടക്കുമായിരുന്നു. നിങ്ങൾ രണ്ടും പഴയ ദാരിദ്ര്യത്തിന്റെ വട്ടപൂജ്യത്തിനകത്തും. നാണം കിട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്നൊക്കെ പാടിയത് വെറുതെ അല്ല, അതൊരു വലിയ സത്യമാണ്. ഈ 25 ലക്ഷം റുപ്യ ജയിപ്പിട്ടൊക്കെ ഫ്രീ ആയി തന്നേക്കന്റെ പ്രശ്നങ്ങളൊക്കെ തീരൂലേ? എവിടെ തീരാൻ, ആശ്വാസം ഉണ്ടാവും. എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും, പിന്നെ ആരും പണിക്കും പോകില്ല. ഈ 25 ലക്ഷം റുപ്യ ആരെങ്കിലും അടിച്ചോണ്ട് പോയാ ഇക്കൊക്കെ വലിയ ഫീലിംഗ് ആയിരിക്കില്ലേ? ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്താ ഒരു ഫീലിംഗ്? നിന്റെ ശവടക്ക് എനിക്ക് കൂടാൻ പറ്റില്ലല്ലോ. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയില്ലേ? അങ്ങോട്ട് മാറിക്ക്, എണ്ണം തെറ്റിക്കാൻ. എപ്പോഴും എണ്ണിയാ അത് കൂടുവൊന്നുമില്ല. ഒരു സുഖം, എത്ര കാലം ഇതിവിടെ ഇങ്ങനെ നിക്കുന്ന അറിയില്ലല്ലോ. ടച്ചിങ്ങിന്റെ ഒരു സുഖം. അത് പറഞ്ഞപ്പോ ജയിപ്പിട്ടാ ടച്ചിങ് തന്നെ വാങ്ങണ്ടേ? നന്നാവും, ഞാൻ വാങ്ങിയരാ. ആവോ എന്ത് ജന്മം. ഇന്റർനെറ്റ് ശരിയായോ സാർ? ശരിയായി ഗണേശ. പണ്ട് ഇതിന് കണക്ഷൻ ഉണ്ടായിരുന്ന മാസാമാസം ബില്ല് വരുന്നതേ ഇവിടുത്തെ മുതലാളിമാർക്ക് പിടിക്കൂല, അങ്ങനെ കട്ടായതാ. ഇതൊക്കെ കൃത്യമായിട്ട് ബില്ലടയ്ക്കാം. യെസ്, മേ ഐ കം ഇൻ? ഇംഗ്ലീഷ് അറിയാത്ത ആരാന്ന് തോന്നുന്നു. എന്തേ അപ്പച്ചൻ? അപ്പച്ചനോ? ഹൗസ് അപ്പച്ചനല്ലേ, സൈക്കിൾ ഷാപ്പിലെ. മൂപ്പര് 2 ദിവസമായിട്ടില്ല, അതാ മുറി. അല്ല, ഇവിടേക്ക് വരാനാ പറഞ്ഞേ. ഈ വിലാസോ തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അയ്യോ, അതാരാപ്പത്? ചന്തുകുട്ടിയായിരുന്നാണോ നമ്മളെ കേട്ടി? ഗണേശ അവരെ അകത്തേക്ക് വിട്. മേനോൻ സാർ അപ്പച്ചനോ? ഇനിയിപ്പോ അപ്പച്ച മേനോൻ എന്നാണ് പേര്? അപ്പച്ചൻ 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 അപ്പച്ച അപ്പച്ച അപ്പച്ചൻ മേരി അപ്പച്ചൻ മേരി. കണ്ടു. എന്താ താമസിച്ചേ? ബസ് 2-3 മാറി കയറി. പിന്നെ ഇവനെയും കൊണ്ടല്ലേ അപ്പച്ച വരുന്നേ. അടങ്ങി നിക്കേയില്ല, ഇരിക്കേയില്ല. അപ്പച്ചൻ മേരി അപ്പച്ചൻ. എങ്ങനുണ്ട് അപ്പച്ച കാലിന്റെ വയ്യായിക? അതങ്ങനെ. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഉച്ചക്ക് ഊണ് കഴിച്ചതാ. എനിക്ക് പൊറോട്ടയും ഇറച്ചിയും വേണം. ഇറച്ചിയും പൊറോട്ടയും, പൊറോട്ടയും ഇറച്ചിയും. ഗണേശ കാശുണ്ട് സാർ, ഞാൻ വാങ്ങിച്ചോളാം. പൊറോട്ടയും ഇറച്ചിയും. തരി ഒന്ന് അടങ്ങിയിരി. പൊറോട്ടയും ഇറച്ചിയും. മൂപ്പരുടെ മോനും മോളോ? മേനോൻ എങ്ങനെ ക്രിസ്ത്യാനി മക്കള്? ഇവിടെ പിള്ളേരുണ്ടാക്കാൻ ജാതിയും മതവും തടസ്സമല്ല, ഉണ്ടായ പിള്ളേരുടെ ജാതിയെ പ്രശ്നമാകൂ. ഈ ചങ്ങായിയാളൊരു സസ്പെൻസ് ത്രില്ലനാട്ടോ. എന്താണ് നിങ്ങളുടെ അമ്മച്ചിയുടെ? വീട് വിട്ടിറങ്ങിയ ശേഷം കിടപ്പ് തന്നെയാ. കുര്യാക്കോസ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? പലപ്പോഴായി വാങ്ങിയത് 6 ലക്ഷം ഉറുപ്പിക. പലിശയും പലിശയുടെ പലിശയായി ഇപ്പൊ അത് 25 ലക്ഷം ആയിന്ന. അത് കൊടുത്താലേ വീടിന്റെ ആധാരം തിരിച്ചു തരൂന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മതി അവിടുത്തെ പൊറുതി എന്നും പറഞ്ഞു. വീട് പൂട്ടി താക്കോലും കൊണ്ടങ്ങ് പോയി ഒരു ദിവസം. പിന്നെ അവിടെ നിൽക്കാനുള്ള നാണക്കേട് കൊണ്ടാ കൂട്ടുപുടിയിലെ മാത്തുപ്പാപ്പന്റെ അവിടേക്ക് പോയത്. ഇപ്പൊ പാപ്പന്റെ ചായക്കടയുടെ ഒരു ഭാഗത്ത് കിടക്കുന്നു. അവിടെ പാത്രം മോറലും കുശിനിപ്പണിയും. 3 നേരം ആഹാരം കിട്ടും. അപ്പച്ചനൊന്നു വന്നാ എന്തെങ്കിലും കുറച്ച് കാശ് കൊടുത്താ കുര്യാക്കോസ് മുതലാളി വീട് തിരിച്ചു തന്നേനെ. ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നില്ല. 25 അവരുടെയും പ്രശ്നം. നീ ഇതിനകത്ത് കാണോ? നാളെ രാവിലെ വിളിക്കാം. സാറേ ഫുഡ് റെഡി. പൊറോട്ടയും ഇറച്ചിയും. കേട്ട് കൊച്ചേ, മിണ്ടാതിരിക്കെ. പൊറോട്ട ഇറച്ചി. ഇത്തിരി വെള്ളം കിട്ടുമോ? അതിനെന്താ അപ്പച്ച പൊറോട്ട അടി മേടിക്കുവേ. പൊറോട്ട ഇറച്ചി തരാൻ കൊച്ചേ. പൊറോട്ട ഇറച്ചി. ഇന്നിവിടെ കിടന്നിട്ട് രാവിലെ പോവാം. നാളെ പോവാമേ. ശരി, സമ്മതിച്ചു. പിടിക്കേ. നാളെ പോവാമേ. നാളെ പോവാ. നാളെ പോവാമേ.
പൊറോട്ട ഇറച്ചി ശരി എടുക്കട്ടെ. പൊറോട്ട ഇറച്ചി. മക്കളാ, ഒരു ജന്മത്തിൽ കെട്ടിയാടാൻ നിരവധി പ്രച്ഛന്ന വേഷങ്ങൾ. അതാണ് മാമ്പറത്ത് ഗോപാലമേനോൻ അച്യുതമേനോന്റെ യോഗം. ഇവർക്ക് ഞാൻ സമ്പാദിച്ചു കൊടുത്ത വീടും പറമ്പും ഒരു ബ്ലേഡ് കമ്പനിക്കാരൻ കൊണ്ടുപോയി. അമ്മയും 2 മക്കളും പെരുവഴിയില്ല. കരകയറ്റണം. നിവർന്നു നിൽക്കാൻ കാലുകൾക്കുറപ്പില്ലെങ്കിലും കണ്ണും പൂട്ടി തിരിഞ്ഞു നടക്കാനാവില്ലല്ലോ. മേനോ സാറേ, 25 ലക്ഷം ഉറുപ്പിയുണ്ട് ഇതിനുള്ളില്. ഇത് മുഴുവൻ മേനോ സാറിന്റെ ബുദ്ധി കൊണ്ട് നേടിയതാ. ഇത് വീതം വെക്കുമ്പോ ശതമാന കണക്കൊന്നും ഞങ്ങൾ പറയില്ല. എത്ര വേണോ ഇതിന്ന്? അല്ല, ഇനിയിപ്പോ ഇത് മുഴുവനും 500 ഉറുപ്പിക വേണം രാവിലെ വരെ തിരിച്ചയക്കാൻ. വിദേശത്തേക്ക് വിളിക്കാൻ കഴിയുമോ ജയപ്രകാശിന്റെ ഫോണിൽ നിന്ന്? ISD എന്റെ ഫോണിലുണ്ട്. ഒന്ന് വേണം, ഒരിത്തിരി മദ്യവും. തലച്ചോറിലെ ഇരുള് വീണ ഫാക്കൽറ്റികളെ ഒന്ന് ലിറ്റപ്പ് ചെയ്യാൻ. മേനോ സാറേ, ഒന്നുമില്ല. സത്യത്തില് നിങ്ങൾ ആരാ? അറുപതിന്റെ തുടക്കത്തില് മദ്രാസ് ലോ കോളേജിൽ നിന്ന് BL കഴിഞ്ഞ് കോഴിക്കോടെത്തി. കോടതിക്ക് പുറത്തുള്ള വ്യവഹാരങ്ങളിലായിരുന്നു എനിക്ക് താല്പര്യം. ഓരോ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴെല്ലാം അതെൻ്റെ ജീവിതത്തെയും ബാധിക്കാൻ തുടങ്ങി. ഗാന്ധിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഹ്യൂമനിസം, റാഡിക്കൽ ഹ്യൂമനിസം, മാറി മാറി സ്വീകരിച്ച മന്ത്രദീക്ഷകൾ. അമ്മ എന്ന ലക്ഷ്മിയമ്മ, ആദ്യ ഭാര്യ, അവളുടെ എലീറ്റ് ക്ലാസ് ക്ലെൻലിനെസ്, മനം പുരട്ടുന്ന ആഭിജാത്യത്തിന്റെ കൊച്ചമകളി താങ്ങാവുന്നതിനപ്പുറമായപ്പോഴാണ് വിട്ടുപോയത്. കൂടല്ലൂരിലെ ഒരു തേയിലത്തോട്ടത്തിലെ മാനേജർ ഉദ്യോഗം. ആ ഒറ്റപ്പെടലിൽ ആദ്യം വീട്ടുജോലിയും പിന്നെ കൂട്ടുകിടക്കാനും തയ്യാറായ ഗ്രേസി എന്ന പെൺകുട്ടി, ഒരു പാവൻ തോട്ടം തൊഴിലാളിയുടെ മോള്. കൂടല്ലൂർ വിട്ടുപോരുമ്പോ ഈ 2 കുട്ടികളും ജനിച്ചിരുന്നു. ഇരട്ടിയിലെ ഒരു വീട് സ്ഥലവും വാങ്ങി താമസമാക്കി. അച്യുതനെ അബ്രഹാം ആക്കാൻ ചില പള്ളിക്കാരും പൊട്ടക്കാരും. ഒരു പുതിയ പേര് സ്വീകരിക്കുന്ന പ്രയാസമൊന്നുമില്ല. പുതിയ ശരീരവും മനസ്സും പള്ളിക്ക് തരാൻ കഴിയുമെങ്കിൽ. മകൾക്കൊരു വിവാഹാലോചനയായിട്ട് ആരും വരില്ലെന്നായപ്പോഴാണ് അവിടെ വിട്ട് അലച്ചിൽ തുടങ്ങിയത്. ഫലമൊന്നും ഉണ്ടായില്ല. മിശ്രവിവാഹത്തിലെ സന്തതിയായതുകൊണ്ട് മാത്രമല്ല, സ്ത്രീധന കച്ചവടച്ചന്തയിലെ വിക്കാപ്പുരുളായി പോയി പാവം. സീജ ഫോണിങ്ങ. അല്ല, ഈ പാതിരാത്രിയിൽ ആരെ വിളിക്കുന്ന? നമ്മളെല്ലാം ഇരുട്ടില്. ഭൂമിയുടെ മറുവശത്ത് ഇപ്പൊ പ്രഭാതമല്ലേ. അമേരിക്കയിലുള്ള മകള്, പിന്നെ യാത്രക്കിടയിൽ ഇപ്പൊ ജനീവയിലുള്ള മകൻ. സായിപ്പിന്റെ ഭാഷ പറഞ്ഞ അവരുടെ സ്റ്റെപ്പ് ബ്രദറിനെയും സ്റ്റെപ്പ് സിസ്റ്ററിനെയും ഒരു ചായക്കടയുടെ ചായപ്പീന്ന് രക്ഷിക്കാൻ സഹായിക്കുമെന്നറിയണം. ഒരു തരത്തിൽ പറഞ്ഞ 2 മക്കളുടെ കിടപ്പാടം വീണ്ടെടുക്കാൻ മറ്റ് 2 മക്കളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോകുന്ന ഒരു ഗതികെട്ട അച്ഛൻ.